ഒരു ഡോഗിനെ വാങ്ങി വളർത്താൻ ഇഷ്ടമുള്ള ഒട്ടുമിക്ക പേരും ആലോചിക്കാത്ത അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്ന 5 കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. ഒരു പപ്പിയെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് മുതൽ അവരെ വളർത്തിയെടുക്കാനായിട്ട്, നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തുതരാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഡോഗ് ബ്രീഡിനെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് വീഡിയോസ് കണ്ടിട്ടും നമ്മൾ മറ്റുള്ളവരുടെ ഡോഗ്സിനെ കണ്ടിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കണ്ട് ഇഷ്ടം തോന്നിയിട്ടാണ് ഒരു ബ്രീഡിനോട് നമ്മൾ ഒരു താല്പര്യം തോന്നി അവരെ വീട്ടിലോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മളൊരു ഡോഗ് ബ്രീഡിനെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളതാണ്. നമ്മൾക്ക് ആ ഡോഗിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്, ആ ഡോഗിനെ നമ്മൾ എങ്ങനെ വളർത്താനാണ് പോകുന്നത്, ആ ഡോഗിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളുടെ ആവശ്യം നോക്കി മാത്രം ഒരു ഡോഗ് ബ്രീഡിനെ സെലക്ട് ചെയ്യണം. നിങ്ങളൊരു മടിയനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വർക്കിംഗ് ലൈൻ ഡോഗ്സിനെ എടുക്കരുത്. നിങ്ങൾക്ക് ഒരു സ്നേഹിച്ച് താലോലിച്ച് വളർത്താനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള ഡോഗ്സിനെ എടുക്കണം. അങ്ങനെ നമ്മളുടെ ആവശ്യം നോക്കി വേണം നമ്മളൊരു ഡോഗ് ബ്രീഡിനെ സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ഡോഗിനായിരിക്കും കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് ഓക്കെ എനിക്ക് വളർത്താൻ ഒരു ഡോഗിനെ വേണം, ഏതെങ്കിലും ഒരു ഡോഗിനെ പോയി എടുത്തിട്ട് നമ്മളൊരു ബെൽജിയം മാൽനോയ്സിനെ പോയി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടാൽ അവരൊരു 5 മാസം കഴിയുമ്പോഴേക്കും അവരുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതെ വരും, ഫ്രസ്ട്രേറ്റഡ് ആവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താവശ്യത്തിനാണ് നമ്മൾ ഡോഗിനെ എടുക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എനർജി ലെവലാണ്. ഡോഗ്സിന്റെ എനർജി ലെവലും നമ്മുടെ എനർജി ലെവലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽജിയം മാൽനോയ്സിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡോബർമാനെ പോലെ അല്ലെങ്കിൽ ഒരു ഡോഗ് അർജന്റീനെ പോലെ ഒരു ഡോഗിനെ നമ്മൾ എടുത്തിട്ട് അവരെ വീട്ടിൽ, നമ്മളൊരു മടിയനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചുമ്മാ അവരെ അയച്ചു വിട്ടെന്ന് വിചാരിച്ച് അവരുടെ എക്സസൈസ് ഒന്നും പഠിക്കാൻ പോകുന്നില്ല. അവർ കുരുത്തക്കേട് മാത്രമേ പഠിക്കുള്ളൂ. അവർ വേണ്ടാത്ത എല്ലാം പോയി കടിച്ച് അവരതെല്ലാം അവർ ശീലമാക്കി വെച്ചിട്ട് നാളെ അവർ നമുക്ക് പറയുന്നൊന്നും അവർ അനുസരിക്കാതെ വരും. സോ നമ്മൾ ഇവരെ കൂടെ നടന്ന് ഇവരെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ സെയിം എനർജി നമ്മളും പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ സെയിം എനർജിയിലോട്ട് ഇവരെ കൺവേർട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. നിങ്ങൾക്ക് ഒരു സ്നേഹിച്ച് താലോലിച്ച് വളർത്താനായിട്ട് ഒരു ഡോഗിനാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാറ്റഗറി ഓഫ് ഡോഗിനെ എടുക്കുക. നിങ്ങൾക്ക് ഓടി നടന്ന് ചാടി നടന്ന് വർക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിംഗ് ലൈനിലുള്ള ഒരു ഡോഗ്സിനെ എടുക്കുക. മൂന്നാമത്തെ കാര്യമാണ് ടൈം. നിങ്ങൾക്ക് വേണ്ടത്ര ടൈം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങളൊരു ഡോഗിനെ എടുക്കുക. നിങ്ങൾക്ക് ചുമ്മാ കൂട്ടിലിട്ട് വെറുതെ തീറ്റ കൊടുക്കാനാണെങ്കിൽ ഒരു ഡോഗിനെ വാങ്ങാതിരിക്കുക. നിങ്ങൾ 10 മിനിറ്റ് എങ്കിലും ഒരു ഡോഗിന് വേണ്ടി ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് 10 മിനിറ്റ് അല്ല, നമ്മൾ അതിൽ കൂടുതൽ സമയം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. 10 മിനിറ്റ് എന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ ട്രെയിൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ആ ഒരു അത്രയും ടൈം കൊണ്ട് മതി ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കും. പക്ഷെ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കൂടുതൽ സമയങ്ങൾ വേണ്ടി വരും. അപ്പോൾ നാലാമത്തെ കാര്യമാണ് ലിവിങ് സ്പേസ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം സ്ഥലമുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഒരു ഡോഗിനെ എടുക്കാനായിട്ട്. എല്ലാ ഡോഗ്സിനും അല്ല, ഈ പറയുന്ന ചെറിയ ഫ്ലാറ്റിൽ വളർത്താൻ പറ്റിയതും വീട്ടിനുള്ളിൽ വളർത്താൻ പറ്റിയതായിട്ടുള്ള ഡോഗ്സിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഈ ബെൽജിയൻ മാൽനോയ്സ്, ഞാൻ എപ്പോഴും ബെൽജിയൻ മാൽനോയ്സ് എന്ന് പറയുന്നത് എൻ്റെ ഡോഗ് ബെൽജിയൻ മാൽനോയ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കിംഗ് ലൈൻ ആയിട്ടുള്ള ഡോഗ്സിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയസ് കൂടെ നമ്മുടെ വീട്ടിലുണ്ടാവണം. നമ്മൾ പുറത്തുകൊണ്ട് ട്രെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ല, ഇവരെ നമുക്ക് അത്ര വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയാസ് ഉണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെ എനർജി ഇവർക്ക് റിലീസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് ലൈൻ ബ്രീഡ് എടുക്കാം. അഞ്ചാമത്തെ കാര്യം, ഇത് എല്ലാ ഡോഗ്സിനെയും ബാധിക്കുന്ന കാര്യമല്ല. കുറച്ച് ഹെവി ആയിട്ടുള്ളതും കുറച്ച് ഹെവി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഡോഗ്സിനെയൊക്കെ നമ്മൾ പുതിയതായിട്ട് എടുക്കുമ്പോൾ മുമ്പ് ഒരു ചെറിയ ഡോഗിനെങ്കിലും വളർത്തി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവരുടെ ക്യാരക്ടറും ഇവരുടെ ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ ഇവരൊരു ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ദേഷ്യം വരാനും അയ്യോ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചത് നമുക്കൊരു തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു ഇഷ്ടം കൊണ്ട് പോയി എടുക്കുന്ന ബ്രീഡാണ്. നമ്മൾ ചിലപ്പോൾ ഒരു സ്നേഹിച്ച് വളർത്താൻ വേണ്ടിയായിരിക്കും എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇവർക്ക് കിട്ടേണ്ടത് എന്താണ് നമ്മളാരും നോക്കാറില്ല. ഇവർ ചിലപ്പോൾ നമ്മളെടുത്ത് പ്രതീക്ഷിക്കുന്നത് അവർക്ക് നല്ല കളിച്ച് ഓടി നടക്കാനുള്ള ഒരു കമ്പാനിയനായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എന്താണോ അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ട് വേണം ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട്. അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഉൾപ്പെട്ട് ആ ആക്ടിവിറ്റീസ് നമ്മൾ വഴിയേ നടക്കൂ എന്ന് ഇവരെ മനസ്സിലാക്കിയിട്ട് വേണം ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വർക്കിംഗ് ലൈൻ ബ്രീഡ്സൊക്കെ കുറച്ച് പ്രാന്ത് പിടിച്ച പോലെ കാണിക്കും. നമുക്ക് അവസാനം അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. സോ 5ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടെ ഒരു 6 മാസമെങ്കിലും നമ്മൾ ഇവരെ പറ്റി റെഫർ ചെയ്യുക. ഇവരെ പറ്റി നമ്മൾ പലരുടെ നിന്നും പഠിക്കുക, എങ്ങനെയാണ് ഇവരെ വളർത്തേണ്ടത്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ട്രെയിനേഴ്സിൽ നിന്നും അങ്ങനെ യൂട്യൂബ് വീഡിയോസിൽ നിന്നൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ വർക്കിംഗ് ലൈൻ ബ്രീഡ്സിനെ ആദ്യമായിട്ട് എടുക്കാൻ പറ്റും. അവസാനമായിട്ട് പറയാനുള്ളത് ഫുഡ്. എല്ലാ ഡോഗ്സും ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രോപ്പർ ഫുഡുണ്ട്. റോ ആണെങ്കിലും കുക്കഡ് ആണെങ്കിലും അത് കൊടുക്കേണ്ട രീതിയുണ്ട്. ആ ഒരു കറക്റ്റ് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ്സ് ഹെൽത്തി ആയിട്ടിരിക്കും, നല്ല ആക്റ്റീവായിട്ടിരിക്കും. സോ ഫുഡിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. പേജ് ഫോളോ ചെയ്ത് വെച്ചോ. ഈ ഡോഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നാളിവിടെ തന്നെ ഉണ്ടാവും.